ഇനി നമുക്ക് div എന്ന ടാഗ് എന്താണെന്ന് നോക്കാം. div എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഇത്രയും വിചാരിച്ചാൽ മതി. ഒരു ബോക്സ്, ഒരു കണ്ടെയ്നർ. നമ്മൾ സാധാരണ പല പല ബോക്സുകൾ ഉപയോഗിക്കുന്ന പോലെ ഈ എലമെൻറ്റുകളെല്ലാം നമുക്ക് പല ഡിവിലാക്കി വേർതിരിച്ച് വെക്കാം. അതായത് div എന്ന ടാഗ് ഉപയോഗിച്ച് ആദ്യത്തെ കണ്ടന്റുകളെ നമുക്കൊരു ഡിവിൽ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഞാനിതിനെ വീണ്ടും മറ്റൊരു div ടാഗിലേക്ക് മാറ്റുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഇനി ഞാൻ ഈ രണ്ട് ഡിവിനും പ്രത്യേകം സ്റ്റൈല് കൊടുക്കുകയാണ്. അതായത് ആദ്യത്തെ ഡിവിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഡിവും വേർതിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ഡിവിനും വേറൊരു കളറ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ എലമെൻറ്റുകളെല്ലാം രണ്ട് ഡിവിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.